നല്ല റെസ്പോൺസാണ് വരുന്നത്. എല്ലാ സൈഡിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. വിറ്റ് ലീഗുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയ കഥയിലെ പുള്ളി ഓട്ടോക്കാരനാണല്ലോ, അപ്പോൾ അങ്ങനെ ഓട്ടോക്കാരനാണ്. എൻ്റെ പെങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലായി സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എവിടെയോ കിടക്കുന്ന കുറച്ച് ആളുകളായിട്ട് കണക്റ്റ് ആവുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതെ, മാക്സിമം ഇപ്പോൾ പഴയതാണെങ്കിലും അതിൽ എന്തെങ്കിലും എൻ്റെ ഒരു സിഗ്നേച്ചർ ആഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്താണ് എല്ലാ വർക്കുകളും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ടൈറ്റിൽ അത് വന്നു ഭവിച്ചാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ടൈറ്റിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ടൈറ്റിലും കിട്ടാതിരിക്കുന്ന സമയത്ത് എൻ്റെ പാർട്ട്ണർ അക്ഷയാണെങ്കിൽ തലവര എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ട് നോക്കുക, നന്നായിരിക്കും പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടാം, തലവര എന്നാണ്, എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ അത് വർക്കാവുമോ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ അങ്ങനല്ല, ഈ ക്യാരക്ടറിൻ്റെ തലവര, അവൻ്റെ അമ്മേൻ്റെ തലവര, പെങ്ങളുടെ തലവര. പിന്നെ സിനിമേൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഷാമിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, സന്ധ്യ എന്തിനാണ് എൻ്റെ വീട്ടിൽ തന്നെ വന്നത്, അവളുടെ തലയത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണക്റ്റ് ആയതാണ് ആ ടൈറ്റിൽ. അത് വന്നു ഭവിച്ചതാണ്. പക്ഷെ അത് സിനിമയ്ക്ക് ഭയങ്കര മാച്ചായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് സ്റ്റേജസിലൂടെയാണ് കഥാപാത്രം പോകുന്നത്. അപ്പോൾ ഇത് വന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു മൈൻഡിൽ പൊക്കൊണ്ടിരുന്നത്? ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്നു? സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണല്ലോ, ഓഡിയൻസിന് വേണ്ടിയാണല്ലോ സിനിമയാണ്. അപ്പോൾ വൃത്തിക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ മനസ്സിൽ. കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വീട്ടിലേക്കോ ഉണ്ടെങ്കിൽ അവൻ അത് കെയർ ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം നടക്കുന്നതും. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പാൻഡ, അല്ലാണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ പുറമേ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതും, പിന്നെ ഇവൻക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഇവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും. പിന്നെ മാക്സിമം തന്നെ വൃത്തിക്ക് ചെയ്യാൻ നോക്കി. പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര സോളിഡാണ് ഈ പടം. കണ്ടന്റ് വൈസും സീക്വൻസ് വൈസും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പരിപാടികൾ പോകുന്നത്. അപ്പോൾ അതും പിന്നെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ക്യാരക്ടറൈസേഷനും അവരുടെ ഗ്രാഫും ഉണ്ട്. ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഈ ജ്യോതിഷ് അല്ലെങ്കിൽ പാൻഡ എന്ന ക്യാരക്ടറിന് സ്റ്റേബിളായിട്ട് ഓഡിയൻസിന് അത് കണക്റ്റ് ആവുന്നത്. അപ്പം അതെല്ലാം കട്ടക്കനെ നിൽക്കുന്നുണ്ടാണ്. സിനിമ എന്ന് പറയുന്നത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പാഷനായിട്ട് ഇറങ്ങിയിരിക്കുന്നവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. ഒരു പണിയും കൂടി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സിനിമ. ഒരിക്കലും അല്ല. പക്ഷെ അത് പറയുന്ന എത്ര ആൾക്കാരുണ്ട് പുറമെ. ആ ഒരു ആൾക്കാരായിട്ട് കാണിച്ചിട്ടുള്ളൂ ആ പറയുന്ന ഒരു ക്യാരക്ടറിനെ. അല്ലാണ്ട് പണിയും കൂടി ഇല്ലാത്ത പരിപാടി അല്ലല്ലോ അച്ഛന സിനിമ. കാരണം എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ തൊട്ട് യൂണിറ്റിലെ ക്രെയിൻ വർക്ക് ചെയ്യണ ചേട്ടന്മാർ, ഇവരെല്ലാവരും ചെയ്യുന്നത് ഒരു പണി തന്നെയാണ്. അവരവരുടെ പണി വൃത്തിക്ക് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ പ്രോപ്പർ ആവില്ല. അതൊന്നും പുറമേയുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പം അങ്ങനെ പറയുന്ന പല ആൾക്കാരുണ്ട്. ഇവനൊക്കെ എത്ര കേട്ടിട്ടുണ്ടെന്ന് അറിയോ? ആ കേൾവി ഇവൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്തിട്ട ഒരു പോയിന്റാണത്. അല്ലാണ്ട് വെറുതെ എഴുതി ചേർത്ത പരിപാടിയല്ല അത് ഒരിക്കലും. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് മാത്രം നമ്മളവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ജ്യോതിഷ് എന്ന ക്യാരക്ടർ നമ്മളെല്ലാവരുമാണ്. അവന് സിനിമയിൽ കയറണം, അവൻ്റെ ആഗ്രഹം അതാണ്. ഒരു സീനെങ്കിൽ ഒരു സീൻ, ഒരു ഡയലോഗ് കിട്ടിയ അവൻ രാജാവാണ് അവിടെ. അത് മാത്രമേ പടത്തിൽ പറഞ്ഞു കിട്ടുള്ളൂ.
വർഷങ്ങളുടെ പുറകെ നടന്നാലും അല്ലെങ്കിൽ ചാൻസ് ചോദിച്ചാൽ നമുക്ക് തല കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാലും നമ്മുടെ പേര് സ്ക്രീനിൽ കാണുന്ന ഒരു മൊമെന്റ് ആണത്. അപ്പം ആ ഒരു മൊമെന്റിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിജക്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ വേറെ പോലെ പഠിച്ചു വെക്കൂടെ, ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ട് ഇന്ന് ഈ മൊമെന്റിൽ നിൽക്കുന്നത്? ഹൗ ഡു യു ഫീൽ? ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞ സമയത്താണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാമെന്നൊക്കെ ഒരു കോൺഫിഡൻസ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞ് ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ സൗണ്ട് ഡിസൈൻ പഠിച്ചു കഴിഞ്ഞതും സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ജോലി കയറിയിട്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. 2 പണിയും കൂടെ ഒരുമിച്ച് നടക്കില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് അർച്ചന ഓണാവുന്നത്. സോ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അന്ന് കിട്ടിയ റിജക്ഷൻസും പരിപാടികളെല്ലാം നല്ലതിനാണ്. ഇന്നിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കരുതുന്നു. വൻപൊളി, വൻ ഹാപ്പി. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണ എൻ്റെ വീട്ടുകാരും എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര ഹാപ്പി എത്തി. കാരണം കുറേ സ്ട്രഗിളും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അത് പക്ഷേ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിൽ കയ്യടി വന്നൊരു മൊമെൻ്റ് ഉണ്ട് സിനിമയിൽ. അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ മൊത്തം എല്ലാവരുടെയും കിളി പോയി. അപ്പോൾ ആ മൊമെൻറ്റിൽ എനിക്ക് ഞാൻ എൻ്റെ സിനിമ കാണിക്കാൻ കസിൻസിനെ ആരെയും കൂട്ടൂല. ഞാൻ, അച്ഛൻ, അമ്മ, നീതു, അൻവി ഇവരുണ്ടാവുള്ളൂ എപ്പോഴും. അപ്പം അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞു, എടാ വേഗം പോയി കാണുന്നുണ്ട്. എനിക്ക് എക്സൈറ്റഡായി എല്ലാ കസിൻസിനെ കാണിക്കാൻ, അവരെന്താ പറയണേന്ന് അറിയാനായിട്ട്. കാരണം അവർ മുഖത്തും അടിച്ച് കാര്യം പറയും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോളൂ. ഇവർ മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ 7 മണിക്കത്തെ ഷോന് പിന്നെയും കയറി. അച്ഛന് രാവിലെ വരാൻ പറ്റില്ല, അതുകൊണ്ട് 7 മണിക്ക് ഷോന് കയറി. അത് കഴിഞ്ഞ് 10 മണിക്ക് ഷോനെ കസിൻസ് കയറണേ. അപ്പോൾ ഇങ്ങനെ ഇവരിറങ്ങി വന്നപ്പോഴേക്കും ഇവൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ്, അവനും കരഞ്ഞ്, കൂട്ടക്കരച്ചിലായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവൻ പറഞ്ഞ് പിന്നെ ഒന്ന് റിലാക്സ് ആയിട്ടാണ് പറയണേ കാര്യമായിട്ട്. എന്ന് വെച്ചാൽ ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അർജുനെ കാണാം, പക്ഷേ ഈ പടത്തിൽ ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ എഴുതി വെച്ച രീതിയും ഇവർ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത് അത്രയും ഡെപ്ത്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് പോയി നിന്നിട്ട് എൻ്റെ പരിപാടി ജസ്റ്റ് ഒന്ന് അത് പിടിച്ച് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓളത്തിനങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ആകെയുള്ള വിഷമം. ആരും തിയേറ്ററിലേക്ക് അധികം വന്നില്ല. ഏറ്റവും വിഷമം അതാണ്. കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിടന്ന് കുറേ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒന്നൊരു പ്രസ് മീറ്റിലേക്ക് വിളിച്ചത്. അവിടെ പോയി നിന്ന് 5 ദിവസം മുമ്പ് തന്നെ പോയി നിന്ന് നമ്മുടെ കൂടെ ഒരുത്തനുണ്ട്, വിഷ്ണുദാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഡയറക്ടർ പാലക്കാട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുദാസിന് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഇത് നിർത്തി ഞങ്ങൾ സംസാരിക്കാനും. പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോട്ട മൈതാനത്തിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഇവനുണ്ടല്ലോ പറഞ്ഞു തരും, ആ രീതിക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ ഓവർ പാലക്കാടായി ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മച്ചാനെ അത്തൊന്നും വേണ്ട, ഞാൻ പറയാം, അത്ത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ അങ്ങനെ പിടിച്ച്. തുടക്ക സമയമൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. പിന്നീട് അവരത് 1/2 മണിക്കൂറിലൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ അവർ യൂസ്ഡായി. പിന്നെ സുഖമായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഞാനൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി, കയ്യും കാലൊക്കെ. കാരണം നമുക്കറിയാം, അല്ലല്ല ഒരു ചില പോയിന്റിലൊക്കെ നമ്മളൊക്കെ കയ്യിലൊക്കെ പെയിന്റ് ചെയ്യും. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്, അത് പെട്ടെന്ന് സ്മജ് ആവൂല. പക്ഷെ നമുക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ചിലപ്പോൾ മാറി ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൈറ്റ് വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ ടോൺ മാറും. എക്സ്റ്റീരിയറിനും ഇൻറ്റീരിയർ പോകുമ്പോൾ ലൈറ്റിംഗ് മാറും, ഇതിൻ്റെ ടോൺ മാറും. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ പണിയെടുക്കാൻ നോക്കുമ്പോൾ അത് പിന്നെ സ്മജ് ആവും, ആൽക്കഹോൾ ബേസ്ഡ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ കുറച്ചധികം സമയം അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്.
വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തു കാണിക്കുന്നതിന്റെ ഉദ്ദേശം ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അർച്ചന 31 ആണെങ്കിലും ഫ്രീഡം ഫൈറ്റ് ആണെങ്കിലും ഇപ്പോൾ തലവരയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങനെയാണ് കാണിക്കുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല, ആളുകൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി അതിൽ നിന്ന് കിട്ടണം. ഇപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ ഫിൽറ്റർ ഇട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ ഫോട്ടോ എടുക്കുന്നൊരു മനുഷ്യൻ, അയാൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടൊരു ഫോട്ടോ ഇടാനുള്ള ഒരു ധൈര്യം വന്നാൽ മതി, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജ്യോതിഷിൻ്റെ ക്യാരക്ടറും, അയാൾ തുടക്കത്തിൽ ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്നു, എല്ലാം മറിച്ച് നടക്കുന്ന ആൾ അവസാനത്തുന്ന സമയത്ത് അയാൾ ഷർട്ട് അയച്ച് നിൽക്കണം എല്ലാവരും. ആ ഒരു കോൺഫിഡൻസ് വരണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിന് മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ ചെയ്തത്. എല്ലാ സിനിമയിലും അതുണ്ടാവുമെന്ന് അറിയില്ല, ഈ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഈ സിനിമയിൽ അത് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യാനൊരു കാരണം? കാരണം ഈ സ്റ്റോറിയുടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലല്ല, അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ക്യാരക്ടറിന് പാണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് ഇത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരാളോട് നീ ഇതിന്റെ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് വെളിയിൽ കാണാം എന്ന് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷേ കണ്ണില്ലാത്തതിന്റെ കാഴ്ചയുടെ വില അറിയത്തുള്ളൂ പറഞ്ഞാൽ. അപ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പാടെന്താണ്, ഇതിന് ഇങ്ങനെ വെളി വന്ന് എങ്ങനെ ഫേസ് ചെയ്യണം, ആ ഒരു സ്റ്റേജ് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബേസിക്കലി ഇതിൻ്റെ കോർ ത്രെഡ് അത് തന്നെയാണ്. ഒരു മോട്ടിവേഷണൽ സ്റ്റോറി നമ്മൾ ചെയ്യുന്നു, അപ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടർ വേണം. പക്ഷേ ഇതുവരെ കണ്ട് വരാത്തൊരു ക്യാരക്ടർ വേണം. ആ ഒരു ആലോചനയിലാണ് നമ്മൾ വിറ്റ്ലിക്കുള്ളൊരു ആളിനെ കാണുന്നത്, ട്രെയിനിൽ വെച്ച് ആക്സിഡൻഷ്യലി കാണുന്നത്. സോ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ അത്ര വലിയ സിനിമകൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ 2 സിനിമകളോ 3 സിനിമകളോ അല്ല, അതിൽ നമ്മുടെ സിനിമയുണ്ട് ത്രൂ ഔട്ടായിട്ട്. അല്ലാണ്ട് ഡോക്യുമെൻ്ററീസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഒരു ഹീറോ പരിപാടിയിൽ വരുന്നത് ഈ സിനിമ, ഐ മീൻ കുറച്ച് സിനിമകളേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്, അതങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ചുറ്റിലും ഞാൻ ആളുകളെ കാണാൻ തുടങ്ങി, അതിന് ശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. എഴുതുന്ന സമയത്ത് മാർജിൻ തന്നെയാണ് നായകനായിട്ട്. നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും കാസ്റ്റ് ഓപ്പണാക്കി അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. എഴുതിയതിന് ശേഷം നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടി ആരാണ്, എൻ്റെ അർജുനോട് പോയി ഞാൻ കഥ പറഞ്ഞു. അർജുനോട് കഥ പറയുന്ന സമയത്ത് ഞാൻ അർജുനെ ഇമാജിൻ ചെയ്ത് ആയിട്ടായിരിക്കും കഥ പറയുന്നുണ്ടാവും. അർജുനും ആ വൈബ് കിട്ടി, എനിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടി. നമ്മൾ അന്ന് മുതൽ സിങ്കായി. എഴുതുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എഴുതുക, മാക്സിമം ഫ്രീ ആയിട്ട് എഴുതുക എന്നുള്ള ഗോളിലാണ്. ഒരു വർഷം എഴുതി, 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 2 വർഷം ശേഷം അർജുന അശോകന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളൊരു? എനിക്ക് എല്ലാവരും പറഞ്ഞതിന് ശേഷം കോൺഫിഡൻ്റ് ആയത് ഞാൻ. കാരണം ഞാനിപ്പോൾ കുറച്ച് നാളുകളിലായിട്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന കാര്യമാണ്, പടം ഇറങ്ങിയിട്ട് ജഡ്ജ് ചെയ്യാം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്. കാരണം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഭയങ്കര കൊതിച്ചിരുന്ന പടം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ എഫക്റ്റ് ചെയ്യും, കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന. അപ്പോൾ പ്രതീക്ഷ വെക്കാണ്ടാണ് ഞാൻ ഈ പടം നിന്നത്. പക്ഷെ എന്നാലും ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. അതിറങ്ങിയപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെയാണ്, അത് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്പോണ്ട് എനിക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് കിട്ടണം. അത് അല്ലെങ്കിൽ മറ്റേ കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം, ഗംഭീരം. ഇത് മറ്റേ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമസ്കാരം. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പടത്തെ അഭിനയിക്കാൻ പറ്റിയത്. അത് മാത്രമല്ല, അർജുൻ്റെ കൂടെ ചെയ്യുന്ന 3ാമത്തെ പടമാണ്. ഫസ്റ്റ് തീപ്പിൽ പിന്നി, സുമതിവളവ്, തലവര. എനിക്കതിനകത്ത് അർജുനെ കാണാൻ പറ്റില്ല, ജ്യോതിഷിനെ കാണാൻ പറ്റി. സന്തോഷമുണ്ട്, വേറൊന്നും പറയില്ല. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. സന്തോഷം. നമ്മുടെ ഒരു കഥാപാത്രം ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളത് സന്തോഷിക്കല്ലേ, സന്തോഷമുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു നല്ലൊരു പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ. പിന്നെ അച്ചുവേട്ടൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ഓരോ പടം ചെയ്യുമ്പോഴും എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കാറ് എപ്പോഴും. അതേപോലെ തന്നെ പുള്ളിയുടെ പെർഫോമൻസിലൂടെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അതിൽ വളരെ സന്തോഷം. അപ്പം ഇങ്ങനൊരു നല്ലൊരു പടം ഇറങ്ങി എല്ലാവരും പോയി കാണണം. മെയിനായിട്ട് അതേ നമുക്ക് പറയാനുള്ളൂ. തിയേറ്റർ മിസ്സായിപ്പോയി എന്ന് OTT വരുമ്പം പറയാതെ നല്ല പടങ്ങൾ വിജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മളെല്ലാവരും ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും പോയി തലവരെ കാണണം. താങ്ക് യു. ഹായ്, എൻ്റെ പേര് രേവതി. മലയാളത്തിലെ ആദ്യത്തെ പടമാണ്. ആസ് എ ടീം എനിക്ക് തലവര ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ബിക്കോസ് നമ്മളൊക്കെ ഭയങ്കര സിങ്കിലുള്ള ആൾക്കാരാണ്. എനിക്ക് അഖിലിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐ തിങ്ക് ഓഡിഷൻ ആയിരുന്നു ആദ്യം ഞാൻ അഖിലിനെ കണ്ട്. നമ്മളൊരു 9:30 to 4:30 എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു 3 സീൻ നമ്മൾ തിരിച്ചും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അഖിലിന്. കാരണം എനിക്ക് എല്ലാ വേർഡും എല്ലാ സെൻറ്റൻസും എവിടെ പോസ് വേണം, എവിടെ സ്ട്രെസ്സ് വേണം, എവിടെ എന്ത് ഇമോഷനാണ് വേണ്ടത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയറക്ടറായിരുന്നു അഖിൽ. അത് കാരണമാണ് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എല്ലാവരുടെ പെർഫോമൻസും ഭയങ്കര നാച്ചുറൽ, ഭയങ്കര ഓർഗാനിക്. ആസ് എ സ്ക്രിപ്റ്റ് ഭയങ്കര വർക്കാവുന്ന ഒരു സബ്ജക്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഔട്ട് വന്നപ്പം എനിക്ക് കിളി പോയി. ഐ വാസ് ഇൻ ടിയേഴ്സ്. ഞാനൊരു 5 നിമിഷം കരഞ്ഞിട്ടൊക്കെയാണ് എണീക്കാൻ പറ്റിയത്. കാരണം ജ്യോതിഷിൻ്റെ ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും ഫോർ മീ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അഖിൽ എന്നോട് ചോദിച്ചു നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും ഈ പടം വർക്കാവുന്നത്, എന്താണ് കണക്റ്റ് ആവുന്നതെന്ന്. അപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞു, ഇഫ് നോട്ട് ഫോർ വിറ്റിലിഗോ, ജ്യോതിഷ് എന്ന ക്യാരക്ടറിന് വിറ്റിലിഗോ ഉള്ള ഇൻസെക്യൂരിറ്റീസും അതിൻ്റെ ഇതുമാണ് നമ്മൾ കാണുന്നത്. അത് വിറ്റിലിഗോ ഉണ്ടാവണം എന്നില്ല. നമ്മുടെ ലൈഫിലും നമുക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും. അതിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം, ഓർ എങ്ങനെ അത് നോട്ട് ടു മേക്ക് ഇറ്റ് അവർ എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും തലവരെ കാണണം ആൻഡ് സപ്പോർട്ട് us. That's it. Thank you. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ആതിര എന്നാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഈ മൂവിയുടെ നറേഷൻ അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ അഖിലേട്ടൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുവേട്ടൻ, പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് അപ്പുവേട്ടൻ അക്ഷയിച്ചയാണ്. സോ അവരോടാണ് എനിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത്. പിന്നെ അഖിലേട്ടൻ എല്ലാം കൃത്യം പറഞ്ഞു തരും. ഈ ഒരു സീൻ ഇങ്ങനെയാണ്, ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇത് ഇത്ര മതി എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കുറച്ചും കൂടി. പിന്നെ സെറ്റ്, പ്രൊഡക്ഷൻ എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അർജുനേട്ടനാണെങ്കിലും ചില സീനൊക്കെ നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗം പറ്റിയത്. എല്ലാവരും കാണാൻ നല്ല മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലി എല്ലാവർക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞാൻ അർജുൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും നന്നായി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. അത് ആദ്യമായിട്ടാണ് നന്നായി എന്ന് കേൾക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അഖിലിന് കൊടുക്കുകയാണ്. കാരണം ഞാനൊരു ടേക്കിൽ ഒരു 8-10 റീടേക്ക് പോയപ്പോൾ 12ാമത്തെ റീടേക്കിലാണെന്ന് തോന്നുന്നു അഖിൽ ഓക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അബ്രാഫിനോട് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി അടുത്തതില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അഖിൽ. മലയാള സിനിമയ്ക്ക് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ തന്നെ ഗംഭീര സിനിമകളുമായിട്ട് അഖിൽ ഇനിയും വരും. അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റും കൂടി നിങ്ങളോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സിനിമയാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹായിക്കണം, ഞങ്ങളെ സിനിമ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എത്തിക്കണം. താങ്ക് യു. നമസ്കാരം. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം
അച്ചുവിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അച്ചുവായിട്ടെങ്കിലും നമ്മൾ മൂന്നാമത്തെ സിനിമയാണ് ചെയ്യുന്നത് അല്ലേ? ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല. പറവ ആണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ട ചെയ്തു. അതിനുശേഷം തലവരയാണ്. അത് അങ്ങനെ ആയിരിക്കും തലവര അല്ലേ? ആ ജാനവൻ മറന്നുപോയി സോറി. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ അങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷേ അച്ചുവിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് പറവ ചെയ്യുമ്പോഴും അച്ചുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ഒരു കഥാപാത്രമായിട്ട് അത് എനിക്ക് തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പരകായ പ്രവേശനം എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമെങ്കിലും അത് ശരിക്കും സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. അതായത് അത് ആ സിനിമ കാണുമ്പോൾ എനിക്കത് വളരെയധികം ഫീൽ ചെയ്തു. ഞാൻ അഭിനയിച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വളരെ ചെറിയ ഭാഗമാണെങ്കിലും വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിൽ എത്തുന്നതെങ്കിലും ആ സിനിമ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിലും അത് എൻ്റെ ഒരു സിനിമ ആസ്വാദനത്തിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ അഖിലിനെയും കൂടെ പ്രശംസിക്കണം. കാരണം ഞാൻ അത് മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും സിനിമ പഠിക്കുന്ന വ്യക്തികളും കൂടെയാണല്ലോ. അപ്പോൾ സിനിമ ഭാവിയിൽ സംവിധാനം ചെയ്യാനും എഴുതാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ എത്രത്തോളം എൻ്റർടൈനിങ് ആക്കാം, അതിൻ്റെ എലമെൻസുകളെല്ലാം വളരെ കൃത്യമായ അളവിൽ എടുത്തു വെച്ച് അപ്പവും അഖിലും കൂടെ അത് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണെന്ന് പറയേണ്ടി വരും. അത് നിങ്ങളത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണാത്ത പ്രേക്ഷകർ പോയി കാണുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ കരഞ്ഞിട്ടിറങ്ങുമ്പോൾ കർച്ചീഫ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ പണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത്തരത്തിലും വരെ എഫക്റ്റ് ആയേക്കാവുന്ന ഒരു സിനിമയാണ് ആൾക്കാർക്ക്. കാരണം അത്തരത്തിലുള്ളൊരു വിഷയമാണ് അത് ഡീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. സൗഹൃദമുണ്ട്, കഷ്ടപ്പാടുണ്ട്, സക്സസ് ഉണ്ട്, പിന്നെ എല്ലാത്തിനുപരി അതിനകത്തൊരു സിനിമയുണ്ട്. അതായത് സിനിമയ്ക്കുള്ളിലും ഒരു സിനിമയുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഖിലിനും ഇതിൻ്റെ എൻ്റെ ടീമിനും. താങ്ക് യു ഫോർ കോളിംഗ് മീ ഇൻ ദിസ് മൂവി. അല്ലേ, വളരെ അദൃശ്യമായിട്ടാണ് എത്തിപ്പെട്ടത്. സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. അഖിലിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതേപോലെ അച്ഛനെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ളതാണ്. എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ എൻ്റെ കൂടെ അല്ല അച്ഛൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ എന്താ പറയുക ആക്ടിങ് ഗ്രാഫില്ലേ, എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ള സിനിമയാണിത്. ആ ഗ്രാഫ് എനിക്ക് ഞാൻ എൻ്റെ അനിയനും ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു അച്ചുവിൻ്റെ പെർഫോമൻസ് എന്ത് ഈസി ആയിട്ടാണ് അച്ചു ചെയ്തതെന്ന്. പിന്നെ അതേപോലെ ഇപ്പം അഖില് ഇതിൻ്റെ കഥയൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പം ഇതിൽ പറയുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ നല്ല കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പേഴ്സണലി നല്ല കണക്ഷൻ കിട്ടുന്നു. നമ്മളിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത് പറയുമ്പോൾ ഒക്കെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഔട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അഖിലിനും അപ്പുവിനൊക്കെയാണ് ഉള്ളത്. അവരുടെ ക്ലാരിറ്റിയാണ് ഈ സിനിമേൻ്റെ എന്താ പറയുക ഈ വിജയവും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ടി വിയിലൊക്കെ വന്നിട്ട് കാണുന്നത് അത് വേറൊരു ഇതാണ്. തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം വേറെയാണ്. ഞാനൊക്കെ ഭയങ്കര ഇമോഷണലായി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പം താങ്ക് യു സോ മച്ച്. നിങ്ങളിന്ന് വന്നതിനും ഒരുപാട് നന്ദി. ഇതിൻ്റെ നല്ല റിവ്യൂസൊക്കെ വന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഞാനും അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അത്തരത്തിലുള്ള പ്രവണതകൾ ഞാൻ നേരിട്ട് സിനിമയിൽ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അത്രയും ക്രൂരമായിട്ട് ചെയ്യുമെന്ന്. പക്ഷേ ചില സാഹചര്യങ്ങൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പറവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആ സംഘത്തിനെ നമ്മൾ നിർത്തുന്ന സമയത്ത് അതിനകത്ത് പല ആൾക്കാരും അവർക്കൊന്നും മുഖം കാണിച്ചാൽ മതി സ്ക്രീനിൽ. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാൽ ചിലപ്പോൾ അവരവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അല്ലേ അച്ഛൻ നമ്മൾ മനസ്സിൽ കല്ല് വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ പക്ഷേ അത് അങ്ങനെയാണ്. സിനിമയുടെ ഒരു യാന്ത്രികത അങ്ങനെയാണ്, സിനിമയുടെ ടെക്നിക്കാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അഖിൽ എൻ്റെ അടുത്ത് നെഗറ്റീവ് എന്നുള്ളതിൻ്റെ അതിൻ്റെ അപ്പുറത്തോട്ട് അഖിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണിത്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വേറൊരുത്തിനും ഉറപ്പായിട്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കില്ല. അത് സിനിമയിലെന്നല്ല ഏത് മേഖലയിലാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ, കോമ്പറ്റീറ്റീവ്നെസ് അതുണ്ടാവുമല്ലോ. അത് എന്നോട് വില്ലൻ എന്നുള്ള രീതിയിലല്ല അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിന് എൻ്റെ സാഹചര്യം ഉണ്ട്. സോ അഖിൽ വാസ് വിത്ത് മീ. അർജുനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അഖിൽ എൻ്റെ കൂടെയായിരുന്നു. ചേട്ടാ നിങ്ങൾക്ക് ഇത് നേടണ്ടേ, നിങ്ങളുടെ സിനിമ നടക്കണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ സോഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട്
വെറൈറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഖിൽ നമ്മളെ കൊണ്ട്. സാധാരണ ആൾക്കാർ ഏതാ ഓക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് അഖിൽ അത് ഒരുപാട് ചെയ്യിപ്പിച്ചു, മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഷൂട്ടും കഴിയുമ്പോൾ വൈകിട്ട് അഖിലിനെ വിളിച്ച് പറയുകയും ചെയ്തു. കാശിൻ്റെ കാര്യം പിന്നെ പറയാം. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആരും എന്നെ ഇതുവരെ പണിയെടുത്തിട്ടില്ല. അപ്പോൾ അത് ഈ അഖിലിനോട് താങ്ക് യു. ഐ മീൻ എല്ലാ ആക്ടേഴ്സിനെയും അവൻ അങ്ങനെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ടോട്ടൽ റിസൾട്ട് ഒന്ന് മനസ്സിലാവുന്നു. അതാണ് എൻ്റെ കേസ്. എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ചിലര് നോർമൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്നില്ല, നമ്മൾ സഹിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട്. ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ കളിയാക്കാമെന്ന് അറിഞ്ഞാലും എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ കൂട്ടത്തിലുണ്ടല്ലോ, ആ ഗ്യാങ്ങിലുണ്ടല്ലോ, നമ്മൾ എന്ത് സഹിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആളാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുടി മുള്ളു പോലെ, നല്ല മുള്ളു പോലെ നിൽക്കും. എൻ്റെ ഒരു മുള്ള എന്നാണ് വിളിക്കുക. പല്ലും കൂടെ ഇങ്ങനെ ഐ മീൻ നമുക്ക് മാറുന്ന സ്റ്റേജിൽ പല്ല് വന്ന് മാറുന്ന സ്റ്റേജും കൂടെ ആയപ്പോൾ ഇതും കൂടെ എല്ലാ കളിയാക്കലും കൂടെ ആയിട്ട് പറ്റാതായി. ഒരു പോയിന്റ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. എനിക്ക് അങ്ങനെ ഒരാളെ പോയി തല്ലാനുള്ള ധൈര്യമോ അങ്ങനത്തെ ധൈര്യങ്ങളൊന്നും അന്നൊന്നും. ഞാനത് എൻ്റെ പ്രിൻസിപ്പാളോട് പോയി പറഞ്ഞു, ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പാളിന് നീ ഒരു ആൺകുട്ടിയില്ലേ, നീ എന്തിനാ കരയുന്നത്, എന്നെ ആരും ഒന്ന് ഫാമിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ തിരിച്ച് കളിയാക്കാൻ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ലൈഫിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അർച്ചന 31 നോട്ടോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേയോ 3rd ഡേയോ ഒന്നാണ് സെറ്റിൽ ഒരു മില്ലിട്ടാ. അന്ന് 23 വയസ്സ് 24 വയസ്സ് എന്താ ഒരു ചേച്ചി, ഞാനിങ്ങനെ ഇതിന് മോണിറ്ററിന് ഫ്രണ്ടിലിരിക്കുക, അപ്പോൾ ഞാനിങ്ങനെ ആക്ഷനെ കുറിച്ച് എടാ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചേച്ചി ഇങ്ങനെ ഇവൻ ഡയറക്ടറാണ് ചോദിച്ചു. അപ്പോൾ ബേസിക്കലി ഇൻസെക്യൂർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമയങ്ങൾ അങ്ങനെ ഇൻസൾട്ടുകളും പരിപാടികളും കിട്ടിയത് ഇൻസെക്യൂർ ഉണ്ട്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ്. ഒരു ചെറുപ്പ സമയത്തൊക്കെ അതൊക്കെ മനസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാര്യമാക്കുന്നൊന്നുമില്ല. അച്ചു ആര് വിളിച്ച് കമന്റില് എന്നെ വിളിച്ചിട്ടില്ല, എന്നെ ധൈര്യം വിളിച്ചു നോക്ക്. പിന്നെ ഈ റൺവേ ഇറങ്ങിയപ്പോൾ എൻ്റെ സ്കൂളിലെ പിള്ളേർ പൊറിഞ്ചു എന്ന് വിളിക്കാറുണ്ടായിരുന്നു കുറച്ചാള്. പൊറിഞ്ചു. പിന്നെ അത് അങ്ങനെയൊന്നുമില്ല. എന്നെ ഒന്നാമത് മറ്റേ ഇപ്പം ആ വീഡിയോ കണ്ടാൽ തന്നെ കിളിയായിരുന്നല്ലോ ചെറുപ്പത്തിലൊക്കെ, എന്തോർത്തിരിക്കാൻ. എല്ലാ ലാംഗ്വേജിലും മലയാളികൾ ഒന്നുകൂടെ സിനിമകൾ ആസ്വദിക്കാൻ തുടങ്ങിയതും ഇപ്പോൾ ഇനി വെറുതെ തിയേറ്ററിൽ പോയി 150 രൂപ കൊടുത്തതിന് ഇത് ഒരു മാസം കഴിഞ്ഞാൽ ഇത് ഇറങ്ങുമല്ലോ, മനസ്സമാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. പക്ഷേ ബിസിനസ് വൈസ് OTT ഇച്ചിലൂടെ അഡ്വാൻസ് ആയി തുടങ്ങി. പക്ഷേ അതേ സമയം തന്നെ മലയാള സിനിമ പല, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അതായത് ഇപ്പം ശ്രീകുട്ടൻ സിനിമ, പിന്നെ ധീരൻ സിനിമ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ധീരൻ സിനിമ, ആ സിനിമകളൊന്നും തിയേറ്ററിൽ അധികം വിജയം കണ്ടില്ല. എന്നാൽ പക്ഷേ അത് OTTയിൽ ഇറങ്ങിയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതായത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ടിട്ട് തമിഴ്നാട്ടിൽ ഒരു സ്കൂള് അതേപോലെ ഫോം ചെയ്തു, ഒരു സിനിമ ഉണ്ടാക്കിയ മാറ്റമാണത്. പക്ഷെ അത് തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായില്ല, ആളുകളിലേക്ക് അത് റീച്ച് ആയില്ല. OTT പക്ഷേ റീച്ച് ആയി. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റു ലാംഗ്വേജിൽ വരുന്ന സിനിമകൾ, അതായത് സൂപ്പർ സൗത്ത് സിനിമകളിലൂടെ വന്നിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ഓറിയന്റഡ് സബ്ജക്ട്, ആ ഒരു നാട് പിന്നെ പൊന്മുട്ടിയുടെ താറാവ് ഇന്ന് നമ്മൾ പുറത്തുള്ള പ്ലോട്ടുകൾ പലരും നാട്ടുകാരെല്ലാം ഉൾപ്പെടുത്തിയൊരു സിനിമയാണത്. പക്ഷെ അത് ഫാമിലിയോടെ ഹിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറയാം നമ്മളെ ഇവിടുത്തെ ഓഡിയൻസ് ഇച്ചിരൂടെ തിയേറ്ററിന് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? അത് നമ്മളുടെ തെറ്റ് തന്നെ ആക്ച്വലി. ഓഡിയൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എത്രത്തോളം ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഒരു പടം എത്തിക്കാൻ പറ്റുന്നോ അതിലാണ് വിജയമുള്ളത്. പിന്നെ ചില പടങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹൈപ്പിൽ ആൾക്കാർ അറിഞ്ഞിരിക്കും, അത് ഗുണമാണ്. ഇപ്പം സുമതി പോലത്തെ പടം ആ പേര് കൊണ്ടും പിന്നെ അതിൻ്റെ പരിപാടികളോട് നേരത്തെ ആൾക്കാർ അറിഞ്ഞു. തലവര തന്നെ പറഞ്ഞ പടം എന്നാ ഇറങ്ങണമെന്ന് പോലും ആൾക്കാർക്ക് അധികം പ്രോപ്പർലി സോഷ്യൽ മീഡിയ അല്ലാത്ത ഓഡിയൻസിനെ അറിയണ്ടായില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും.
നമ്മൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി, കാരണം അവരുടെ തെറ്റല്ല. നമ്മൾ ഒരു കലക്കം പരിപാടി, ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം പടം ഇറങ്ങി ഫസ്റ്റ് ഡേ വന്നതിനെക്കാട്ടും എക്സ്ട്രീം ക്രൗഡായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നത്. അത് വേർഡ് ഓഫ് മൗത്തും നല്ല പടം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഈ പടം നല്ല പടം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേനെക്കാട്ടും ഇന്നലേക്ക് അത്യാവശ്യം ആൾക്കാർ കയറി ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ഇനി ഒടുക്കത്തെ ഹൗസ്ഫുള്ളൊന്നും ആവണ്ട, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അത് കിട്ടിയാൽ മതി ഈ പടത്തിൽ. എനിക്ക് ഭയങ്കര ഹാപ്പിയാവും, കാരണം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടിയാണ് മാക്സിമം പ്രസ് മീറ്റ് വിളിക്കുന്നതും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നല്ല പടമാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് അത് പുഷ് ചെയ്യാനായിട്ട്. അതുകൊണ്ടുള്ളൊരു സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതറിയോ, ഇപ്പം അല്ലാത്ത പടമൊക്കെ ഇപ്പം ഒരു പടം ഓഡിയൻസിന് വെക്കാത്ത പടം ഇട്ട് വന്നാൽ നമ്മൾ തിരിച്ച് കേൾക്കേണ്ടി വരും. ഇപ്പം അത് പഴയ പോലെ അല്ല, നല്ല രീതിക്ക് കേൾക്കുന്നുണ്ട്. ഇതൊരു നല്ല പടമാണ്, കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ഇറങ്ങുന്നത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. സമയം മാറി, കാലം മാറി വെച്ചാനെ. നമുക്ക് 15 ദിവസം കൊണ്ട് ഓട്ടിട്ട് ഇറക്കണം. അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമയും മാറി, പണ്ടത്തെ പോലത്തെ സിനിമകളല്ല ഇപ്പോഴും. പക്ഷേ പണ്ടത്തെ പോലെ സിനിമ ചെയ്യാൻ കൊതിക്കുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്തില്ലേ ഞങ്ങൾ, ബ്രഹ്മയുഗം. എത്ര വർഷം ചെയ്ത പടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സുമതി വളവ് പഴയ സ്റ്റൈലിലെ പടമാണ്, അതിപ്പോൾ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സിനിമകൾ മാറും, ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറും, കാണുന്ന പ്രേക്ഷകരുടെ രീതി മാറും. അപ്പോൾ നമ്മൾ നല്ല പടങ്ങളും നല്ല കണ്ടന്റും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥകൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ചിലപ്പോൾ വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. അപ്പം അതന്നെ. ഏറ്റവും നല്ല വേഷങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ഇവഞ്ചുവലി തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായില്ല. ശരിക്കും അപ്പോൾ നമ്മൾ ഈ പാരലലി ഈ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സിനിമ റിലീസാകുന്ന സമയത്ത്. ശരിക്കും ആക്ടറിന്റെ ഫേസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ് എങ്ങനെയായിരിക്കും? സങ്കടം ഉണ്ടാവും. എനിക്ക്, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല എന്നല്ലുള്ളൂ. ഈ ആൾക്കാരൊക്കെ തിയേറ്ററിൽ കയറുന്നത് ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാവിലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് നിന്ന് ഓടി ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും. ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ്, കാരണം അത്രയും ബ്ലോക്ക് അല്ലാണ്ട് ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങളെ നിൽക്കുക, അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരിക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. സിനിമ എപ്പോഴും തിയേറ്ററിക്കൽ വ്യൂ ആണ്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും, കാരണം ചില പടങ്ങൾ നമ്മൾക്ക് അറിയാം നമ്മൾ പുഷ് ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാം, അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടിയാവില്ല. പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ. അത് എത്രത്തോളം എത്തുന്ന അറിയില്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷമായിട്ട് എടുക്കും. പിന്നെ എക്സ്പെക്റ്റിങ് ആൾക്കാർ കാണും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ല എന്തെങ്കിലും ഒരു മാജിക് കണക്കായിരിക്കും. അത് അപ്പു എൻ്റെ ഗീതു അൺചെയിൻ എന്ന് പറയുന്ന പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ എനിക്ക് അപ്പുവിനെ പരിചയമുണ്ട്. അപ്പുവിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ അതിനു കണ്ടിട്ടില്ല ആക്ച്വലി. അപ്പോൾ അതിനു മുമ്പേ അപ്പു എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഈ കഥേൻ്റെ ഐഡിയ ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് പിന്നെ അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളും ആയിട്ട് കണക്റ്റ് ഉണ്ട്. ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് സെയിം ആയിരുന്നു. പിന്നെ ഞാൻ കോമഡി പറഞ്ഞാൽ അവൻ ചിരിക്കും, അവൻ കോമഡി പറഞ്ഞാൽ ഞാൻ ചിരിക്കും. അതാണ് മെയിനായിട്ട് എനിക്ക് വേണ്ട ഒരു റാപ്പ്. അപ്പോൾ എനിക്കത് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. പിന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഏകദേശം സെയിം ആണ്. നമ്മൾ എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ ബൗൺസ് ചെയ്തുകൊണ്ട് വരുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ കാരണം കൂടിക്കൊണ്ടാണ് ഞാൻ അപ്പുവിനെ കൂടെ കൂട്ടിയത്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. അല്ല, എൻ്റെ അടുത്ത് ഇല്ല. അഖിലേട്ടനായിട്ടുള്ള അസോസിയേഷൻ ആസ് എ മേക്കർ ഞാൻ സിനിമ ടെക്നിക്കലി എവിടെ പഠിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ആയിട്ട് അഖിലേട്ടൻ ഞാൻ ജിതിൻ ഐസക് തോമസിനോടാണ് ആദ്യം അസിസ്റ്റ് ചെയ്തത്.
അന്വേഷ അഖിലേട്ടൻ കംപ്ലീറ്റ്ലി സീറോ ആയിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി സിനിമേനെ എഡിറ്റ്, മ്യൂസിക്, പിന്നെ സൗണ്ട് ഇതെല്ലാം വെച്ചൊരു സിനിമ ഉണ്ടാകുന്നതിന് മുമ്പേ എങ്ങനെ തലക്കകത്ത് അതിൻ്റെ പിന്നെ ഷേപ്പിൽ അതിനെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അഖിലേൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. ഇവിടെ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് എനിക്കുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി എന്നോട് മാത്രമാണ് ഞാൻ കൊളാബ് ചെയ്തിട്ടുള്ളത്. ആ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു ഐഡിയ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുന്നു, ആൾക്ക് കിട്ടുന്നൊരു കിക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് സീനായി വരുമ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള പ്രോസസ്സായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് ഞാൻ കാണുന്നെങ്ങനെ ഇട്ട് നട്ട് നനച്ച് അതിനൊരു ഇല വന്ന് പൂക്കൾ വന്ന് കായ്ച്ച് മരമായി കാണുന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ സ്ക്രിപ്റ്റിനെ കാണുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഉള്ളിലോട് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് ഹാപ്പിയാണ്, പടത്തിൽ ഹാപ്പിയാണ്. ഇല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എല്ലാവരും ഒരിക്കലും ഇറങ്ങിയിരിക്കുന്നത്. അവർ ഹാപ്പിയാണ്, അവർ പടം കണ്ട് ഹാപ്പിയാണ്. പിന്നെ അവരോടെല്ലാം നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് കയറുന്നത്. പിന്നെ ഷെമിനിക്ക മനുഷ്യനും ആദ്യം മുതൽ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തിനും അത് ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, എനിക്കെന്താണോ വേണ്ടത്, അതിന് 100% ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെയൊന്നുമില്ല, രണ്ടും എനിക്ക് ആസ് എ പ്രോസസ് വെരി സിമിലർ ആണ്. ഞാൻ വളർന്നത് ചെന്നൈയിലാണ്, ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പം എനിക്ക് തമിഴ് കുറച്ച് ഈസി ആയിട്ട് വരും. എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. തമിഴിൽ സിനിമ ചെയ്യുന്ന ഈസി ആണോ ചോദിച്ചാൽ അല്ല, രണ്ടും എനിക്ക് പ്രോസസ് വൈസ് സിമിലർ ആണ്. പക്ഷേ ഐ തിങ്ക് ഈ പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു അഖിലിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ, ഇങ്ങനത്തെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഫ്രീഡം എനിക്ക് ഐ തിങ്ക് തലവരയിലായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. കെമിസ്ട്രി ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അഖിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സന്ധ്യയ്ക്കും ജ്യോതിഷനും എന്ന്. ഐ തിങ്ക് ഇനീഷ്യലി എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, ഇത്രയും ഇറ്റ് ഷുഡൻറ്റ് ഗോ റോങ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് കാരണം മേ ബി ഞാൻ കുറച്ച് പ്രഷർ എൻ്റെ മേത്ത് ഇട്ടത് അല്ലാതെ വേറെ ഒരു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് വൈസ് സന്ധ്യയുടെയും ജ്യോതിഷിൻ്റെയും റിലേഷൻഷിപ്പ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഓർഗാനിക് നാച്ചുറൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതെ അതെ ചേട്ടാ അഖിലേട്ടൻ പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഇതാണ്, ശ്യാം എന്ന് പറഞ്ഞ കഥാപാത്രമാണ്, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് പരിപാടി എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ചെയ്തതാ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. ചെയ്തു വെച്ചതിൽ എല്ലാവരും പ്രേക്ഷകർ സന്തോഷം പറയണം. ഉറപ്പായിട്ടും പക്ഷെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ അഭിനയിച്ച എല്ലാ പുതുമുഖങ്ങളും അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് 2 മാസത്തോളം
പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് അത് തിയേറ്ററിൽ ആൾ കയറിയില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെതായ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ OTT വന്നപ്പോഴത്തേക്കും കുറേ പേര് നല്ല പടമായിരുന്നു, തിയേറ്റർ മിസ്സായി. അതാണ് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി എല്ലാ പടവും കാണണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തിന് ഈ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഹാപ്പിയാണ്, കുഴപ്പമില്ല. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന പടം ഏതാണെന്ന് അറിയാൻ സൗത്ത് ഇന്ത്യ ഒട്ടാകെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നല്ലോ. ബാലൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഇല്ല, ഞാൻ ഇല്ല. അല്ല, അമ്മാവനല്ല, കസിനാണ്. ഇസ് മൈ കസിൻ. ഇല്ല, ഈ പടത്തിലില്ല. അത് ചിദംബരത്തിനോട് ചോദിക്കേണ്ടി വരും, എന്താണെന്ന് അറിയില്ല.